യുവരാജാവേ. പ്രണാമം മഹാമന്ത്രേ. രാമൻ രാജകുമാരൻ മാത്രമാണ്, യുവരാജാവ് ആയിട്ടില്ലല്ലോ. 6 നാഴികക്കപ്പുറം ഉറപ്പായും സംഭവിക്കുന്ന ഒരു കാര്യം. അല്ലെങ്കിൽ തന്നെ ഈ കൊട്ടാരവും രാജ്യവും കുമാരനെ യുവരാജാവായി എന്നേ സ്വീകരിച്ചു കഴിഞ്ഞു. 6 നാഴിക എന്നത് ഒരു ചെറിയ സമയമേ അല്ല. അതിനിടയിൽ എന്തു വേണേലും സംഭവിക്കാമല്ലോ. വിധി പോലെ എല്ലാം നടക്കും. ഞാനിപ്പോ വന്നത് മഹാരാജാവിന്റെ കൽപ്പന പ്രകാരമാണ്. അദ്ദേഹം കൈകേയി മഹാറാണിയുടെ അന്തപുരത്തിൽ കുമാരനെ കാത്തിരിക്കുന്നു. ഞാനിതാ വരുന്നു. ദേവി, ഞാൻ അച്ഛനെ കണ്ട് വണങ്ങി വരാം. അയോധ്യാധിപൻ ദശരഥ മഹാരാജാവ് വിജയിക്കട്ടെ. അച്ഛാ, അനുഗ്രഹിച്ചാലും. അമ്മേ, അച്ഛനാകെ ദുഃഖിതനാണല്ലോ. എന്താണ് കാരണം? അമ്മയ്ക്ക് അറിയാമെങ്കിൽ പറയൂ. അതെ, നിന്നെ സംബന്ധിക്കുന്നതാണ്. എന്നാൽ പ്രിയപുത്രനായ നിന്നോടത് പറയാൻ അദ്ദേഹത്തിന് പ്രയാസമുണ്ട്. അമ്മേ, അച്ഛനെന്തിനു പ്രയാസപ്പെടണം? അദ്ദേഹത്തിന് വേണ്ടി ജീവൻ വെടിയാൻ പോലും ഞാൻ സന്നദ്ധനാണ്. പിന്നെ എന്തിനാണ് ഈ വിചാരം? അദ്ദേഹം അത് പറയില്ല. എന്നാൽ ഞാൻ പറയാം. പണ്ടൊരിക്കൽ അദ്ദേഹം എനിക്ക് 2 വരങ്ങൾ തന്നു. എന്നാൽ അതോർത്ത് അദ്ദേഹം ഇന്ന് പശ്ചാത്തപിക്കുകയാണ്. വരം തരാൻ അദ്ദേഹം മടിക്കുന്നു. നിനക്ക് വേണ്ടി സത്യലംഘനം ചെയ്യാൻ ഒരുങ്ങുകയാണ് അദ്ദേഹം. അച്ഛന്റെ ആ വാഗ്ദാനം നീ പാലിക്കുമെങ്കിൽ നിന്നോട് അതിനെ കുറിച്ച് പറയാം. 1, ഭരതകുമാരനെ അയോധ്യയുടെ രാജാവാക്കുക. 2, ഒട്ടും തന്നെ വൈകാതെ നീ ദണ്ഡകാരണ്യത്തിലേക്ക് വനവാസത്തിന് പോവുക. ഇത്രയേ ഉള്ളൂ കാര്യം. ഇത് പറയാനാകാതെയാണ് രാജാവ് കണ്ണിൽ വെള്ളം നിറച്ച് ഇങ്ങനെ തലകുനിച്ചിരിക്കുന്നത്. അധർമ്മ സമുദ്രത്തിൽ വീണുപോവാതെ അച്ഛന്റെ സത്യം പാലിച്ച് അച്ഛന് കരകയറ്റുകുമാരാ. ഇതൊരു ചെറിയ കാര്യമല്ലേ? അച്ഛാ, അച്ഛൻ എന്തിനാണ് ഇതിൽ ഇത്ര വ്യസനിക്കുന്നത്? രാമാ, അച്ഛാ, വ്യസനിക്കാതെ. ഭരതനെ മടക്കിക്കൊണ്ടുവരാൻ കേകയത്തേക്ക് ദൂതന്മാർ പോകട്ടെ. അച്ഛാ, രാമാ, അച്ഛാ, രാമാ, നീയാണ് ഉത്തമപുത്രൻ. ഇനി നീ അയോധ്യയിൽ വസിക്കുന്നത് ഉചിതമല്ല. എത്രയും വേഗം വനയാത്രയ്ക്ക് ഒരുങ്ങിക്കൊള്ളുക. രാമരാമേതി പറഞ്ഞു മോഹിച്ചൊരു ഭൂമിപനെ കണ്ടു വേഗേന രാഘവൻ
താതനെ ചെന്നെടുത്ത ശ്ലേഷവും ചെയ്തു സാദരം തൻ്റെ മടിയിൽ കിടത്തിനാൻ.